90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. നമസ്കാരം, 100 ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. കോടിയേരി ബാലകൃഷ്ണനെ പിന്തുണച്ച CPIM കേന്ദ്ര നേതൃത്വം. സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിയേണ്ടെന്ന് തീരുമാനം. കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് കേന്ദ്ര കമ്മിറ്റി. ബിനീഷ് കോടിയേരി പാർട്ടി അംഗമല്ലാത്തതിനാൽ നിലപാടെടുക്കേണ്ടതില്ലെന്ന് സീതാറാം യെച്ചൂരി. ബംഗളൂരു ലഹരിക്കടത്ത് കേസ് അന്വേഷണം NIA ഏൽപ്പിക്കാൻ കർണാടക സർക്കാർ നീക്കം. 2ാം ദിവസവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിന് വിധേയനായി ബിനീഷ് കോടിയേരി. എൻഫോഴ്സ്മെന്റ് ഓഫീസിലെത്തിയ നർക്കോട്ടിക്സ് ഉദ്യോഗസ്ഥർ മടങ്ങി. അഭിഭാഷകരെയും ബന്ധുക്കളെയും കാണാൻ അനുമതി തേടി ബിനീഷ് ഹൈക്കോടതിയെ സമീപിക്കും. ലൈഫ് മിഷൻ CEO UV ജോസിനെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്ത് വിട്ടയച്ചത് 9.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷം. M ശിവശങ്കറിനൊപ്പം ഇരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. നയതന്ത്ര ബാഗ് കേസിൽ മന്ത്രി KT ജലീലിനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യും. M ശിവശങ്കറിനെതിരെ ലൈഫ് മിഷൻ കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ ഒരുങ്ങി CBI. നടപടി കരാറിന് പ്രത്യുപകാരമായി സന്തോഷ് ഈപ്പൻ നൽകിയ ഐഫോണുകളിൽ ഒന്ന് M ശിവശങ്കറിന് ലഭിച്ച സാഹചര്യത്തിൽ ഇത് കരാറിന്റെ ഭാഗമായ കോഴയാണെന്ന് CBIക്ക് നിയമോപദേശം. അഴിമതി നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ ചുമത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ സ്വപ്ന സുരേഷ്, സരത്, സന്ദീപ് നായർ എന്നിവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ED കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത്. മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധക്കാരെത്തിയ സംഭവത്തിൽ നടപടി. 5 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. മ്യൂസിയം CIക്കും SIക്കും സ്ഥലം മാറ്റം. അച്ചടക്ക നടപടി. പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ക്ലിഫ് ഹൌസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തിയ സംഭവത്തിൽ സംസ്ഥാനത്ത് ഇന്ന് 7,983 പേർക്ക് കോവിഡ്, 27 മരണം. 7,330 പേർക്ക് രോഗമുക്തി. 7,049 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 786 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 62 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റിന്റെ PAയ്ക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കെന്ന് K സുരേന്ദ്രൻ. കോടികളുടെ അഴിമതിയാണ് നടന്നത്. ബിനീഷിനെ KCA പുറത്താക്കണം. ആരോപണം തള്ളി സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് മേഴ്സിക്കുട്ടൻ. പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ച പ്രധാനമന്ത്രി. പുൽവാമ ഭീകരാക്രമണത്തിൽ പാക് പങ്ക് വ്യക്തമായതോടെ പ്രതിപക്ഷം നിശബ്ദമായെന്ന് നരേന്ദ്രമോദി. പുൽവാമ രാഷ്ട്രീയവത്കരിച്ചവർക്ക് ഇപ്പോൾ മറുപടി കിട്ടി. അതിർത്തിയിൽ ഏത് വെല്ലുവിളിയും നേരിടാൻ രാജ്യം സജ്ജം. ഭീകരവാദികളെയും അവരെ കൂട്ടുപിടിക്കുന്നവരെയും രാജ്യം ഒറ്റപ്പെടുത്തുമെന്നും ഏക്താ ദിവസ് സന്ദേശത്തിൽ പ്രധാനമന്ത്രി. UDF വിപുലീകരണ സാധ്യത തള്ളി കോൺഗ്രസ് നേതൃത്വം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക സഹകരണം മാത്രമെന്ന് ഉമ്മൻചാണ്ടി. ഘടകകക്ഷികളെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. പ്രാദേശിക നീക്കുപോക്കിന് ജില്ലാ നേതൃത്വങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്ന് MM ഹസൻ. ഒരു മുന്നണിയുടെയും പിന്നാലെ പോയിട്ടില്ലെന്ന് PC ജോർജ്. ബിനീഷ് കോടിയേരി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻ പിള്ള. ബിനീഷിനെതിരെ അന്വേഷണ ഏജൻസികൾ തെളിവുകൾ ഹാജരാക്കണം. പാർട്ടിക്ക് ബിനീഷുമായുള്ളത് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്ന ബന്ധം മാത്രം. ശിവശങ്കറിന്റെ വീഴ്ച ബോധ്യപ്പെട്ടപ്പോൾ തന്നെ മാറ്റി നിർത്തി. സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ബോധപൂർവം ശ്രമം നടക്കുന്നുവെന്നും S രാമചന്ദ്രൻ പിള്ള. സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് കേസുകളുടെ പശ്ചാത്തലത്തിൽ മുന്നറിയിപ്പുമായി CPIM PB അംഗം MA ബേബി. ഉദ്യോഗസ്ഥരോ പാർട്ടിക്ക് പുറത്തുള്ള വ്യക്തികളോ തെറ്റായ കൂട്ടുകെട്ടിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരതിന്റെ ഭവിഷ്യത്ത് നേരിടുക തന്നെ വേണമെന്ന് MA ബേബി ഫേസ്ബുക്കിൽ. അതിന്റെ പേരിൽ CPIMനെ തകർത്ത് കളയാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. CPIMന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് സമുചിതമായി തിരുത്തുമെന്നതിൽ സംശയമില്ലെന്നും MA ബേബി. വാളയാർ പെൺകുട്ടികളുടെ അമ്മ നടത്തുന്ന സത്യഗ്രഹ സമരം അവസാനിച്ചു. തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് അമ്മ. ഈ മാസം 10-ന് വാളയാറിൽ നിന്ന് കാൽനടയായി മന്ത്രി AK ബാലന്റെ വീട്ടിലെത്തി പ്രതിഷേധം അറിയിക്കും. സർക്കാർ കേസിൽ കൈക്കൊണ്ട നടപടി വിശദീകരിച്ച അമ്മയ്ക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കത്ത്. കേസിലെ പ്രതികൾ രക്ഷപ്പെടാതിരിക്കാൻ സർക്കാർ ഇടപെടുമെന്ന് കത്തിലൂടെ ഉറപ്പ് നൽകി. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 81 ലക്ഷം കടന്നു. 24 മണിക്കൂറിടെ 48,268 പുതിയ കേസുകളും 551 മരണവും റിപ്പോർട്ട് ചെയ്തു. രോഗം ഭേദമായവരുടെ എണ്ണം 74 ലക്ഷം പിന്നിട്ടു. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച നിരോധനാജ്ഞ നീട്ടി. തൃശൂർ, എറണാകുളം, ആലപ്പുഴ, മലപ്പുറം, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലാണ് നവംബർ 15 വരെ നിരോധനാജ്ഞ നീട്ടിയത്. CPIM നേതാവ് MM ലോറൻസിന്റെ മകൻ അഡ്വക്കേറ്റ് എബ്രഹാം ലോറൻസ് BJPയിൽ ചേർന്നു. എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയാണ് എബ്രഹാം BJPയിൽ ചേരുന്നതായി പ്രഖ്യാപിച്ചത്. പാർട്ടിയുടെ ആദർശ വ്യതിയാനങ്ങളിൽ പ്രതിഷേധിച്ചാണ് BJPയിൽ ചേരുന്നതെന്ന് എബ്രഹാം. മകൻ പാർട്ടി മെമ്പർ അല്ലെന്നും മകന്റെ അഭിപ്രായത്തോട് യോജിപ്പില്ലെന്നും MM ലോറൻസ്.
തിരുവനന്തപുരം വിമാനത്താവള ലേല നടപടികളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് 2.5 കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവ്. കൺസൾട്ടൻസിക്ക് ചെലവായതടക്കമാണ് തുക അനുവദിച്ചത്. ജെയിംസ് ബോണ്ട് കഥാപാത്രത്തെ ആദ്യം തിരശ്ശീലയിലെത്തിച്ച നടൻ സർ ജോൺ കോണറി അന്തരിച്ചു. അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന്. വിടവാങ്ങിയത് ഓസ്കർ, ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ നേടിയ പ്രതിഭ. ഇനി ദേശീയ വാർത്തകൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കമൽനാഥ് സുപ്രീം കോടതിയെ സമീപിക്കും. ഹർജി നൽകുന്നത് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് കമൽനാഥിന്റെ സ്റ്റാർ ക്യാമ്പയിനർ പദവി കമ്മീഷൻ റദ്ദാക്കിയ നടപടിക്കെതിരെ. കമ്മീഷൻ നടപടി ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടും. ആന്ധ്രാപ്രദേശിൽ 2783 പേർക്ക് കൂടി കോവിഡ്. സംസ്ഥാനത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 8,23,348 നിലവിൽ ചികിത്സയിലുള്ളത് 24,000-ലധികം പേർ. ഡൽഹിയിലെ മെട്രോ റെയിൽ പാതയിലെ തൂണിലേക്ക് ക്രെയിൻ ഇടിച്ചു കയറി സ്ത്രീ മരിച്ചു. വെസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേയിലൂടെ മെട്രോ നിർമ്മാണത്തിന് വേണ്ടി കൊണ്ടുപോയിരുന്ന ക്രെയിനാണ് മെട്രോ തൂണിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായത്. രാജസ്ഥാനിലെ കരൌലിയിൽ നിരോധനാജ്ഞ നടപടി ഗുജ്ജർ സംവരണ പ്രക്ഷോഭം കണക്കിലെടുത്ത് കരൌലി, ഭരത്പൂർ, ജയ്പൂർ, മധോപൂർ എന്നിവിടങ്ങളിൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവെച്ചു. ക്രമസമാധാന സാഹചര്യം നേരിടാൻ അധിക പോലീസ് സേന. ലവ് ജിഹാദ് തടയാൻ സർക്കാർ പ്രവർത്തിക്കുന്നുവെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അതിനായി ഒരു നിയമമുണ്ടാക്കും. ഐഡന്റിറ്റി മറച്ചുവെക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണെന്നും യോഗി ആദിത്യനാഥ്. കൊൽക്കത്തയിലെ വൈഷ്ണബാഗ ടൗൺഷിപ്പ് പ്രദേശത്തെ ഗോഡൌണിൽ തീപിടുത്തം. അഗ്നിശമന സേന സംഭവസ്ഥലത്തെത്തി തീയണച്ചു. തീപിടുത്തമുണ്ടായത് വിഗ്രഹങ്ങൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌണിൽ. കേന്ദ്ര സർക്കാർ പാസാക്കിയ കാർഷിക ഭേദഗതി നിയമത്തിനെതിരെ ബില്ലുകൾ പാസാക്കി രാജസ്ഥാൻ. നിയമസഭയുടെ ആദ്യ ദിനമായി ഇന്ന് പാസാക്കിയത് 3 ബില്ലുകൾ. സംസ്ഥാനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ കേന്ദ്രം കൊണ്ടുവന്ന കറുത്ത നിയമത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കാനാണ് ബില്ലുകൾ പാസാക്കിയതെന്ന് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്. മഹാരാഷ്ട്രയിൽ 5548 പേർക്ക് കൂടി കോവിഡ്. 74 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 43,911. സംസ്ഥാനത്ത് നിലവിൽ ചികിത്സയിൽ 1,23,000-ലധികം പേർ. തമിഴ്നാട്ടിൽ ലോക്ഡൌൺ നവംബർ 30 വരെ നീട്ടി. സംസ്ഥാനത്ത് കൂടുതൽ ഇളവുകളും പ്രഖ്യാപിച്ചു. തിയേറ്ററുകളും സ്കൂളുകളും തുറക്കും. പകുതി പേർക്ക് മാത്രം പ്രവേശനവുമായി നവംബർ 10 മുതൽ തിയേറ്ററുകൾ തുറക്കും. 9 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ, കോളേജുകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവ അടുത്ത മാസം 16 മുതൽ ആരംഭിക്കും. നടി ദീപിക പദുകോണിന്റെ മാനേജർ കരിഷ്മ പ്രകാശ് മുംബൈയിലെ പ്രത്യേക NTPS കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കരിഷ്മയെ വിളിച്ചിരുന്നുവെങ്കിലും ഇവർ ഏജൻസിക്ക് മുന്നിൽ ഹാജരായിരുന്നില്ല. ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷമെന്ന് പഠനം. പല മേഖലകളിലും വായുവിന്റെ ഗുണനിലവാരം അപകടകരമായ നിലയിൽ തുടരുന്നു. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കുകൾ പ്രകാരം പലയിടങ്ങളിലും 400-ന് മുകളിലാണ് വായു ഗുണനിലവാര സൂചിക. സംസ്ഥാന വ്യാപകമായി കോവിഡ് പരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങി ഹരിയാന. അടുത്ത 2 ആഴ്ചയ്ക്കകം പരിശോധനകൾ വിപുലമാക്കുമെന്ന് ആരോഗ്യവകുപ്പ്. തീരുമാനം ഉത്സവകാലങ്ങളിലെ കോവിഡ് വ്യാപനം തടയാൻ. വീട്ടിലെ ജോലികൾ മാത്രം ചെയ്യേണ്ട സ്ത്രീകൾ മറ്റു ജോലികൾ ചെയ്യാൻ തുടങ്ങിയതാണ് മീ ടു ക്യാമ്പയിൻ തുടങ്ങാൻ കാരണമെന്ന് ബോളിവുഡ് താരം മുകേഷ് ഖന്ന. മഹാഭാരതം, ശക്തിമാൻ തുടങ്ങിയ സീരിയലുകളിലൂടെ പ്രശസ്തനായ താരമാണ് മുകേഷ്. ആരോപണങ്ങൾക്ക് കാരണം പുരുഷന്മാർക്കൊപ്പമാണ് തങ്ങളുടെ സ്ഥാനവുമെന്ന് സ്ത്രീകൾ ചിന്തിക്കാൻ തുടങ്ങിയതെന്നും ഫിൽമി ചർച്ചയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ മുകേഷ് ഖന്ന. സർദാർ വല്ലഭായ് പട്ടേൽ പുതിയ ഇന്ത്യയുടെ വാസ്തുശില്പിയായിരുന്നുവെന്ന് രാജസ്ഥാൻ ഗവർണർ കൽരാജ് മിശ്ര. വിവേകത്തോടെയും നൈപുണ്യത്തോടെയും 565 നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയുടെ കീഴിൽ കൊണ്ടുവന്നു. ദേശീയ സമന്വയത്തിന്റെ ഉദാഹരണം ലോകത്തിന് നൽകിയെന്നും കൽരാജ് മിശ്ര. അഹമ്മദാബാദിലെ സബർമതിയിൽ നിന്ന് കെവാഡിയയിലേക്കുള്ള സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചു. പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ടൂറിസം മേഖലയ്ക്ക് വലിയ പ്രചോദനമെന്ന് നരേന്ദ്രമോദി. ആത്മീയ നേതാവ് ഗുരു റാംറാവ് മഹാരാജ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ ഒരു അസുഖത്തെ തുടർന്ന് മുംബൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ആദരാഞ്ജലി അർപ്പിച്ചു. ദാരിദ്ര്യത്തിനെതിരെ പോരാടിയ വ്യക്തിയായിരുന്നു റാംറാവ് മഹാരാജ് എന്ന് പ്രധാനമന്ത്രി. ബിഹാർ ജൻ അധികാർ പാർട്ടി നേതാവ് പപ്പു യാദവിന്റെ പ്രചാരണ വേദി തകർന്നു വീണു. അപകടം. പപ്പു യാദവ് മുസാഫർപൂർ, മിനാപൂർ മണ്ഡലത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനിടെ. ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. BJPക്ക് രാജ്യമാണ് കുടുംബമെന്നും എന്നാൽ കോൺഗ്രസിന് അവരുടെ കുടുംബം മാത്രമാണ് രാജ്യമെന്നും വിമർശനം. അതിൽ കവിഞ്ഞ് കോൺഗ്രസിന് ചിന്തിക്കാൻ കഴിയില്ലെന്നും യോഗി ആദിത്യനാഥ്. ആന്ധ്രാപ്രദേശിൽ പ്രൈവറ്റ് സ്കൂളുകളിൽ 30% ഫീസ് വെട്ടിക്കുറയ്ക്കാൻ തീരുമാനം. നടപടി കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിൽ.
പഞ്ചാബിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് പദ്ധതി ആരംഭിച്ചു. അമൃത്സറിൽ 50 കോടി രൂപയുടെ പദ്ധതികൾക്ക് തറക്കല്ലിട്ടെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ്. ഇനി അന്തർദേശീയ വാർത്തകൾ. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 4,60,82,000 പിന്നിട്ടു. 11,96,000 പേർ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചു. 3,33,48,000 പേർക്ക് രോഗമുക്തി. പെൻസിൽവേനിയയിൽ ഹോളിഡേ സീസണിൽ ഒത്തുചേരലുകളും ആഘോഷങ്ങളും ഒഴിവാക്കാൻ നിർദ്ദേശം. വിലക്കേർപ്പെടുത്തിയത് ഹാലോവീൻ, താങ്ക്സ് ഗിവിംഗ്, ക്രിസ്മസ്, ഹാനുക്ക, ക്വാൻസ എന്നീ ആഘോഷങ്ങൾക്ക്. നടപടി കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ. 33ാമത് ടോക്കിയോ അന്താരാഷ്ട്ര ചലച്ചിത്രമേള അടുത്ത മാസം 9 ആരംഭിക്കും. 107 രാജ്യങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത 138 സൃഷ്ടികൾ മേളയിൽ പ്രദർശിപ്പിക്കും. കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചാകും കാണികളെ പ്രവേശിപ്പിക്കുക. മാലദ്വീപിൽ എംബസി തുറക്കുമെന്ന് അമേരിക്ക. വിനോദസഞ്ചാരത്തിനൊപ്പം പ്രതിരോധ സഹകരണവും ശക്തിപ്പെടുത്തുമെന്ന് മൈക്ക് പോംപിയോ. മാലദ്വീപിലെ ജനാധിപത്യ വ്യവസ്ഥയുടെ സുസ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകിയായിരിക്കും എംബസിയുടെ പ്രവർത്തനമെന്നും മൈക്ക് പോംപിയോ. വിയറ്റ്നാമിൽ വീശിയടിച്ച മൊളാവ് ചുഴലിക്കാറ്റിൽ 35 മരണം, 50 പേരെ കാണാതായി. നിരവധി പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ, 4 ലക്ഷത്തോളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. പടിഞ്ഞാറൻ തുർക്കിയിലും ഗ്രീസിലും ഇന്നലെ ഉണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 28ആയി. 400-ലധികം പേർക്ക് പരുക്ക്. കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ വിജയിക്കുമെന്ന പ്രവചനവുമായി റഷ്യൻ കരടി. രാഷ്ട്രീയ പ്രവചനം നടത്തുന്ന കരടിയും 2 വെള്ളക്കരടികളുമാണ് ജോ ബൈഡൻ അടുത്ത പ്രസിഡന്റാകുമെന്ന് പ്രവചനം നടത്തിയിരിക്കുന്നത്. തെക്കൻ ഇറാഖിൽ ഗ്യാസ് പൈപ്പ് ലൈൻ ലക്ഷ്യമിട്ടുണ്ടായ സ്ഫോടനത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടു. 29 പേർക്ക് പരുക്ക്. ബഗ്ദാദിന് തെക്ക് മുത്തന്ന പ്രവിശ്യയിലാണ് സ്ഫോടനമുണ്ടായത്. അർമേനിയ അസർബൈജാൻ സംഘർഷത്തിൽ നിന്ന് പിന്മാറാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണ. ബോധപൂർവം ജനങ്ങൾക്ക് നേരെ നടത്തുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ തീരുമാനം. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് നടപടി. മലേഷ്യയിൽ 659 പേർക്ക് കൂടി കോവിഡ്. ആകെ രോഗബാധിതരുടെ എണ്ണം 31,548ആയി. ആകെ മരണസംഖ്യ 249. കറാച്ചിയിൽ 13 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി മതപരിവർത്തനം നടത്തി. അലി അസർ എന്ന കറാച്ചി സ്വദേശിയാണ് നിർബന്ധിത മതപരിവർത്തനം നടത്തിയതിന് പിടിയിലായത്. ഫിലിപ്പീൻസിൽ 1803 പേർക്ക് കൂടി കോവിഡ്. 606 പേർക്ക് രോഗമുക്തി. ആകെ രോഗബാധിതരുടെ എണ്ണം 7221. ഗ്രീസിൽ 1 മാസത്തെ ഭാഗിക ലോക്ഡൌൺ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി. ആഥൻസിൽ റെസ്റ്റോറന്റുകൾ അടച്ചുപൂട്ടി. നടപടി കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ. ഫിലിപ്പീൻസിലെ ലുസോൺ ദ്വീപിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ഉത്തരവിട്ട് സർക്കാർ. നടപടി ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിനെ തുടർന്ന്. വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴയും മണ്ണിടിച്ചിലും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പോലീസ് വെടിയേറ്റ് കറുത്ത വർഗ്ഗക്കാരൻ കൊല്ലപ്പെട്ടതിനെതിരെ ഫിലഡൽഫിയയിൽ പോലീസിനെതിരെ പ്രതിഷേധം ശക്തം. നഗരത്തിൽ വീണ്ടും കർഫ്യൂ ഏർപ്പെടുത്തി. കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ച് മേയർ. യുഎയിൽ 1121 പേർക്ക് കൂടി കോവിഡ്. 1295 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 495. ഖത്തറിൽ 213 പേർക്ക് കൂടി കോവിഡ്. 234 പേർക്ക് രോഗമുക്തി. നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 2741 പേർ. മക്കയിലെ പള്ളിയിലേക്ക് കാർ ഇടിച്ചു കയറ്റിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് കാർ ഡ്രൈവറായ സൗദി സ്വദേശി. സംഭവം നടന്നത് ഇന്നലെ വൈകിട്ട്. IPL ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് ജയം. മുംബൈയുടെ ജയം 9 വിക്കറ്റിന്. ഇഷാൻ കിഷൻ കളിയിലെ താരമായി. IPLൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 121 റൺസ് വിജയലക്ഷ്യം. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഹൈദരാബാദ് 8 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 64 റൺസ് എടുത്തു. എയർടെൽ ഡൽഹി ഹാഫ് മാരത്തൺ നവംബർ 29 നടക്കും. മാരത്തൺ നടക്കുക കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച്. സൺറൈസേഴ്സ് ഓൾറൗണ്ടർ വിജയ് ശങ്കറിന് പരുക്ക്. സൺറൈസേഴ്സിന്റെ നിർണായകമായ 2 മത്സരങ്ങൾ അവശേഷിക്കെയാണ് പരുക്ക് മൂലം താരം പുറത്തു പോകുന്നത്. ഡൽഹി ക്യാപിറ്റൽസിനെതിരെയുള്ള മത്സരത്തിനിടെയാണ് താരത്തിന് പരുക്കേറ്റത്. മുൻ ഇംഗ്ലീഷ് ഫുട്ബോൾ താരവും 1966 ലോകകപ്പ് വിജയിച്ച ടീമിലെ അംഗവുമായ നോബി സ്റ്റിൽസ് അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ഇംഗ്ലണ്ടിനായി 28 മത്സരങ്ങളിൽ കളിച്ച താരം. 1966 ലോകകപ്പിൽ എല്ലാ മത്സരങ്ങളിലും എല്ലാ മിനിറ്റും കളിച്ച താരം കൂടിയാണ്.
യുവന്റസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ കോവിഡ് മുക്തനായി. യുവന്റസ് ആണ് വിവരം സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത്. ചാമ്പ്യൻസ് ലീഗിലെ ബാഴ്സലോണ യുവന്റസ് നിർണായക മത്സരം റൊണാൾഡോയ്ക്ക് നഷ്ടമായിരുന്നു. ജില്ലാ വാർത്തകൾ. വാഹനങ്ങളുടെ ഇൻഷുറൻസ് പുതുക്കാൻ ഫാസ്ടാഗ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. ഫാസ്ടാഗ് ബാധകമാകുന്നത് കാർ മുതൽ വലിയ വാഹനങ്ങൾക്ക്. അടുത്ത വർഷം ഏപ്രിൽ 1 മുതൽ പ്രാബല്യമെന്ന് ഉപരിതല ഗതാഗത മന്ത്രാലയം. തിരുവനന്തപുരം നെയ്യാർ സഫാരി പാർക്കിൽ നിന്ന് ചാടിപ്പോയ കടുവയെ പിടികൂടാനായില്ല. കടുവ ഡാമിലേക്ക് ചാടിയതായി സംശയം. പരിസരവാസികൾക്ക് പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകി. വയനാട്ടിൽ കടുവയെ മയക്കുവെടി വെച്ച് പിടിച്ച ഡോക്ടർ അരുൺ സക്കറിയ നെയ്യാറിലേക്ക് തിരിച്ചു. തിരുവനന്തപുരത്ത് ലഹരിമരുന്നുമായി യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് ആറ്റുകാൽ സ്വദേശി കണ്ണൻ. ഇയാളിൽ നിന്ന് 650 നൈട്രോസെപ്പാം ഗുളികകൾ പിടിച്ചെടുത്തു. പരിശോധന എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. ചലച്ചിത്ര അക്കാദമിയിലെ ഡ്രൈവർ രവികുമാർ അന്തരിച്ചു. ടൂറിംഗ് ടാക്കീസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രവർത്തകർക്ക് സുപരിചിതനാണ്. അന്ത്യം തിരുവനന്തപുരത്ത്. കൊല്ലം ജില്ലയിൽ ഇന്ന് 741 പേർക്ക് കോവിഡ്. 735 പേർക്കും രോഗബാധ. സമ്പർക്കത്തിലൂടെ ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്കും രോഗം. കൊല്ലം പവിത്രേശ്വരം ഇടവെട്ടത്ത് വൃദ്ധൻ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. മരിച്ചത് പൊരീക്കൽ സ്വദേശി ഉണ്ണികൃഷ്ണപിള്ള. ഇയാൾ താമസിച്ചിരുന്ന താത്കാലിക ഷെഡിനും തീപിടിച്ചു. പത്തനംതിട്ട ജില്ലയിൽ 203 പേർക്ക് കോവിഡ്. 169 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 30 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. കായംകുളത്ത് വനിതാ ഡോക്ടറുടെ മാല പൊട്ടിച്ച കേസിൽ പ്രതികൾ അറസ്റ്റിലായത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കായംകുളം കണ്ടല്ലൂർ സ്വദേശി ശ്യാം, രാഹുൽ നാഥ് എന്നിവർ. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ വാഹനാപകടത്തിൽ യുവതി മരിച്ചു. മരിച്ചത് കൊല്ലം ശൂരനാട് സ്വദേശി അഞ്ജു പി ദേവ്. അപകടത്തിൽ പരുക്കേറ്റ കുടുംബാംഗങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയം തലനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ മേരിക്കുട്ടി ആൻഡ്രൂസ് NCPയിൽ ചേർന്നു. 10ാം വാർഡിൽ കേരള കോൺഗ്രസ് എം ജോസ് വിഭാഗത്തിന്റെ പ്രതിനിധിയായിരുന്നു. മാണി സി കാപ്പൻ MLA ഷോൾ അണിയിച്ച് NCPയിലേക്ക് സ്വാഗതം ചെയ്തു. ആലപ്പുഴ ജില്ലയിൽ 645 പേർക്ക് കോവിഡ്. 635 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. 571 പേർ ജില്ലയിൽ രോഗമുക്തി നേടി. എറണാകുളം ജില്ലയിൽ ഇന്ന് 1214 പേർക്ക് കോവിഡ്. 826 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. 278 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. എറണാകുളം ജില്ലയിലെ കോതമംഗലം ഹണി ട്രാപ്പ് കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. പിടിയിലായത് കുട്ടമ്പുഴ സ്വദേശി നിഖിൽ, അഷ്കർ എന്നിവർ. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7 എറണാകുളം ജില്ലയിൽ 3 കോവിഡ് മരണം കൂടി. രാമമംഗലം സ്വദേശി ലിയോൺസ്, ഫോർട്ട് കൊച്ചി സ്വദേശിനി ഫാത്തിമ, കോതമംഗലം സ്വദേശി MS മുഹമ്മദ് എന്നിവരാണ് മരിച്ചത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. തൃശൂർ ജില്ലയിൽ 1112 പേർക്ക് കൂടി കോവിഡ്. 1104 പേർക്കും രോഗബാധ സമ്പർക്കത്തിലൂടെ. 582 പേർ ജില്ലയിൽ ഇന്ന് രോഗമുക്തരായി. ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്ക് തൃശൂർ കൊടകരയിൽ തുടക്കം. പഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ ഉദ്ഘാടനം നിർവഹിച്ചു. 3.4 കോടി രൂപ ചെലവിൽ 1976 കുടിവെള്ള കണക്ഷനുകൾ നൽകും. ഇടുക്കി ഉണ്ടപ്ലാവിൽ അസം സ്വദേശിയായ 5 വയസ്സുകാരന് ക്രൂരമർദ്ദനം. പിതൃസഹോദരന്റെ മർദ്ദനമേറ്റ് ഗുരുതര പരുക്ക്. തലയോട്ടിക്ക് പൊട്ടലും ആന്തരിക രക്തസ്രാവവും ഉണ്ടെന്ന് ആശുപത്രി അധികൃതർ. പ്രതി പിടിയിൽ. ഇടുക്കി അടിമാലിയിൽ ഓൺലൈൻ ഷെയർ മാർക്കറ്റിൽ ആളുകളെ കബളിപ്പിച്ച് പണം തട്ടിയ കേസിൽ യുവതി പിടിയിൽ. അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തത് പോത്താനിക്കാട് പൈങ്ങോട്ടൂർ സ്വദേശിനി സുറുമയെ. പലരിൽ നിന്നായി ഇവർ 11.5 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പോലീസ്. പാലക്കാട് ജില്ലയിൽ 496 പേർക്ക് കോവിഡ്. 287 പേർക്കും രോഗബാധ സമ്പർക്കത്തിലൂടെ. 207 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. പാലക്കാട് ജില്ലയിൽ ജീവൻധാര പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ. കേരള ജല അതോറിറ്റിയും കുടുംബശ്രീ ജില്ലാ മിഷനും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതി മന്ത്രി K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. പദ്ധതിയിലൂടെ 25 രൂപയ്ക്ക് 20 ലിറ്റർ ശുദ്ധീകരിച്ച കുടിവെള്ളം വീടുകളിൽ ലഭ്യമാക്കും. മലപ്പുറം ജില്ലയിൽ 769 പേർക്ക് കോവിഡ്. 719 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 994 പേർക്ക് രോഗമുക്തി. മലപ്പുറം മഞ്ചേരിയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. പരുക്കേറ്റ 4 പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. മെഡിക്കൽ കോളേജ് പരിസരം, ടൗൺ ഹാൾ എന്നിവിടങ്ങളിലാണ് തെരുവുനായ ശല്യം രൂക്ഷം. മലപ്പുറം ജില്ലയിൽ അയൽവാസിയായ സഹോദരങ്ങളെ കുത്തിപ്പരുക്കേൽപ്പിച്ച സംഭവത്തിൽ യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് കോടൂർ സ്വദേശി ആസിഫ്. നടന്നത് വ്യാഴാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം. കോഴിക്കോട് ജില്ലയിൽ 834 പേർക്ക് കോവിഡ്. 797 പേർക്കും രോഗബാധ സമ്പർക്കത്തിലൂടെ. 6 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല.
ഒക്ടോബറിലെ റേഷൻ വിതരണം നീട്ടിയതായി കോഴിക്കോട് വടകര താലൂക്ക് സപ്ലൈ ഓഫീസർ. ഒക്ടോബർ മാസത്തെ സാധാരണ റേഷൻ സാധനങ്ങൾ നവംബർ 4 ബുധനാഴ്ച വരെ ലഭിക്കും. കോഴിക്കോട് കാപ്പാട് ബീച്ച് നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കും. സർക്കാർ നിർദ്ദേശപ്രകാരം 1 മണിക്കൂർ മാത്രമായിരിക്കും വാഹന പാർക്കിംഗ് സൗകര്യം. സഞ്ചാരികൾക്ക് പ്രവേശനം കോവിഡ് മാനദണ്ഡ പ്രകാരം. മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് DM വിംസിലേക്ക് പുതിയ KSRTC സർവീസുകൾ. കൽപ്പറ്റ, ബത്തേരി, മാനന്തവാടി, പടിഞ്ഞാറത്തറ എന്നിവിടങ്ങളിലേക്ക് ഓരോ മണിക്കൂർ ഇടവിട്ട് സർവീസ് തുടങ്ങി. DM വിംസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ CK ശശീന്ദ്രൻ MLA സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വയനാട് വൈത്തിരിയിൽ ഓട്ടോയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. കോഴിക്കോട് വടകര സ്വദേശി അനുരൂപാണ് മരിച്ചത്. മൃതദേഹം കൽപ്പറ്റ സ്വകാര്യ ആശുപത്രിയിൽ. കണ്ണൂർ ആറളം ഫാമിൽ 19-കാരനെ കാട്ടാന ചവിട്ടിക്കൊന്നു. ആറളം 7-ാം ബ്ലോക്കിലെ ബാബുവിന്റെ മകൻ ബബീഷാണ് മരിച്ചത്. വൈകിട്ട് 5:30-ഓടെയായിരുന്നു സംഭവം. കാസർഗോഡ് ജില്ലയിൽ 156 പേർക്ക് കോവിഡ്. 149 പേർക്കും രോഗബാധ സമ്പർക്കത്തിലൂടെ. 162 പേർ രോഗമുക്തി നേടി. കാസർഗോഡ് ബിരിക്കുളത്ത് അഗ്നിശമന സേനാ കേന്ദ്രം വരുന്നു. റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ഓഫീസിന് പുറമെ ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ സ്ഥാപിക്കാനാണ് ആലോചന. ഇനി ഫാക്ട് ചെക്ക്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ റോഡിൽ മുദ്രാവാക്യം എഴുതിയെന്ന തരത്തിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. തെറ്റായി തലക്കെട്ട് പ്രചരിക്കുന്നത് കൊൽക്കത്ത സന്ദർശനത്തിനിടെയുണ്ടായ പ്രതിഷേധത്തിന്റേത്. ഈ വർഷം ആദ്യം പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധങ്ങൾക്കിടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ കൊൽക്കത്ത സന്ദർശനം. ഫ്രാൻസിലെ നീസിലെ നോത്രദാം ബസിലിക്കയിലെ ഭീകരാക്രമണത്തിന്റെ ദൃശ്യം എന്ന രീതിയിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. വീഡിയോയുടെ സത്യാവസ്ഥയുമായി മോനിഷ ഭാരതി. ഈ മാസം 29-നാണ് ഫ്രാൻസിലെ തീരദേശ നഗരമായ നീസിലെ നോത്രദാം ബസാലിക്കയിൽ ഭീകരാക്രമണം നടക്കുന്നത്. കത്തി ഉപയോഗിച്ച് ഭീകരൻ നടത്തിയ കൊടും ക്രൂരതയിൽ 3 പേർക്കാണ് ജീവൻ നഷ്ടമായത്. എന്നാൽ ഈ സംഭവത്തിന്റേതെന്ന പേരിൽ വ്യാപകമായി പ്രചരിച്ച ദൃശ്യം വ്യാജമാണ്. ഫ്രാൻസിലെ നീസിൽ നിന്നുള്ള ദൃശ്യം തന്നെയാണിത്. എന്നാൽ നോത്രദാം ബസലിക്കയിൽ നടന്നതല്ലെന്ന് മാത്രം. കത്തിക്കൊണ്ടല്ല, തോക്കുപയോഗിച്ചായിരുന്നു ആക്രമണം എന്നും ദൃശ്യങ്ങളിൽ വ്യക്തം. ഓഗസ്റ്റിൽ നീസിലെ ഒരു സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ വെച്ച് ഒരു 50 വയസ്സുകാരി നടത്തിയ പരാക്രമത്തിന്റെ ദൃശ്യങ്ങളാണിത്. നിമിഷങ്ങൾക്കകം ഇവരെ പോലീസ് കീഴടക്കുകയും ചെയ്തു. ഈ ദൃശ്യമാണ് നീസിലെ ഭീകരാക്രമണം എന്ന അടിക്കുറിപ്പോടെ പ്രചരിക്കുന്നത്. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ കത്തി ഉപയോഗിച്ചുള്ള ആക്രമണത്തിന്റെ ദൃശ്യമല്ല ഇതെന്ന്. നോത്രദാം ബസാലിക്കയല്ല, അതൊരു വ്യാപാര കേന്ദ്രമാണെന്നും ദൃശ്യങ്ങളിൽ നിന്ന് ഉറപ്പിക്കാം. എന്നിട്ടും കണ്ണും പൂട്ടി ഷെയർ ചെയ്തവർ നിരവധി. ഇസ്ലാമിക ഭീകരത എന്ന പേരിലാണ് ദൃശ്യങ്ങൾ കൂടുതലായി പ്രചരിച്ചത്. എന്നാൽ ഓഗസ്റ്റ് മാസം നടന്ന സംഭവമാണിതെന്ന് കണ്ടെത്തുക എളുപ്പമാണ്. ഫ്രഞ്ച് പോലീസിനെ പ്രശംസിച്ച് നീസിലെ മേയർ ഉൾപ്പെടെയുള്ളവർ ഈ വീഡിയോ ട്വീറ്റ് ചെയ്തിരുന്നു. ഒന്നുകൂടി പരതിയാൽ നിരവധി വാർത്തകളും ലഭ്യമാണ്. ഭീകരാക്രമണം പോലെ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് വ്യാജ നാണയങ്ങൾ സജീവമാകും. നീസിൽ തന്നെ നടന്ന ഒരു പഴയ സംഭവത്തിന്റെ ദൃശ്യം പൊടി തട്ടിയെടുത്ത് ഭീകരാക്രമണമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ. ഇപ്പോൾ കിട്ടിയത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ പ്രകടന പത്രികയിൽ പെരുമാറ്റച്ചട്ട ലംഘനമില്ലെന്ന് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സൗജന്യ കോവിഡ് വാക്സിൻ വാഗ്ദാനം ചെയ്തതിൽ ചട്ടലംഘനമില്ലെന്ന് കണ്ടെത്തൽ. കമ്മീഷന്റെ വിശദീകരണം പൊതുപ്രവർത്തകനായ സാകേത് ഗോഖലെ നൽകിയ പരാതിയെ തുടർന്ന് പുറത്തിറക്കിയ വിശദീകരണത്തിൽ. നാളെ മുതൽ മുംബൈയിൽ കൂടുതൽ പ്രത്യേക സബർബൻ ട്രെയിൻ സർവീസുകൾ നടത്തും. സർവീസ് നടത്തുക 610 അധിക ട്രെയിനുകൾ കൂടി. തീരുമാനം സാമൂഹിക അകലം പാലിക്കാനും യാത്രക്കാരുടെ സൗകര്യം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടെന്ന് റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ. മധ്യപ്രദേശിലെ സിയോണിയിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 3.5 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ലെന്ന് റിപ്പോർട്ട്. മധ്യപ്രദേശിൽ 669 പേർക്ക് കൂടി കോവിഡ്. 10 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 2951 നിലവിൽ ചികിത്സയിലുള്ളത് 8000-ലധികം പേർ. വെസ്റ്റ് ബംഗാളിൽ 3993 പേർക്ക് കൂടി കോവിഡ്. 57 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 6841 ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 3,73,000 കടന്നു.